പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. അപ്പോൾ കർക്കിടക കഞ്ഞി നമ്മൾ എല്ലാവരും മിക്കവരും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന കഞ്ഞി നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് ഒരു നേരമെങ്കിലും കഴിക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും ശരീരബലം നിലനിർത്തുന്നതിനും പ്രമേഹ രോഗികൾക്കും ഇത് നല്ലതാണ്. ആർത്രൈറ്റിസ് ഉള്ളവർക്കും അൾസർ ഉള്ളവർക്കും ഒക്കെ, പിന്നെ നമ്മുടെ ശരീരത്തിലെ ബോൺസൊക്കെ സ്ട്രോങ് ആകുന്നതിനും പിന്നെ മുടി വളരുന്നതിനും ഒക്കെ ഈ കഞ്ഞി വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് നമ്മൾ ഒരു മൺചട്ടി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, കുക്കറിലോ വേറെ അലുമിനിയം പാത്രത്തിലോ ഒന്നും ഉണ്ടാക്കാതെ മൺപാത്രം ചട്ടിയോ നമ്മൾ ചെറിയ കലങ്ങളോ കലങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഞവരയരിയാണ്. ഞവരയരി എല്ലാവർക്കും അറിയാമല്ലോ. ഞവരയരി ഒരു 4 ടേബിൾ സ്പൂൺ, പുഴുക്കലരി 4 ടേബിൾ സ്പൂൺ, സൂചി ഗോതമ്പ് 3 ടേബിൾ സ്പൂൺ, ഉലുവ 4 ടേബിൾ സ്പൂൺ, പിന്നെ ചെറുപയർ 3 ടേബിൾ സ്പൂൺ, ആശാലി ഒരു 2 ടീസ്പൂൺ. ഇത് ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂൺ. അപ്പോൾ ഇത് ആശാലി നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്നതാണ്. ആശാലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ സാധനങ്ങൾ എല്ലാം നിങ്ങൾ ഇപ്പോൾ വൈകിട്ടാണല്ലോ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ നല്ലതുപോലെ കഴുകിയിട്ട് ആ വെള്ളം കളയാതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർക്കാൻ വെക്കുക. ഓക്കെ, ശേഷം നിങ്ങൾ ഗ്യാസ് ഓണാക്കി ഇത് അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടാവുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങാടിക്കടയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ തൊട്ടാവാടിയൊക്കെ നമുക്കിവിടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ. തൊട്ടാവാടി, കുറുന്തോണ്ടി, ബ്രഹ്മി, തുളസിയില, തൊട്ടാവാടി ഇല, പിന്നെ പനിക്കൂർക്ക, മുക്കൂറ്റി, കീഴാർനെല്ലി, ചെറുള, അപ്പോൾ തഴുതാമ, മുയൽ ചെവിയൻ, ഒരു ബലിക്കറുക. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ ഇത് നമ്മുടെ പരിസരത്ത് തന്നെ കിട്ടുന്നതല്ലേ. അപ്പോൾ കിട്ടുന്നത് എല്ലാം കൂടെ എടുത്ത് ഒന്ന് ചതച്ച് അത് ഒരു നല്ലൊരു തുണിയിൽ കെട്ടി ഇതിൻ്റെ അകത്ത് ഇടുക. ഒരു അര വേവാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെടുക്കണം, ഈ ചുക്കുപൊടി 1/2 ടീസ്പൂണ്, വെളുത്തുള്ളി 4 എണ്ണം, ചുവന്നുള്ളി 2 എണ്ണം, ഏലക്ക 2 എണ്ണം, അരിമോദകം 3 നുള്ള്, അപ്പോൾ ജീരകം 1/4 ടീസ്പൂൺ. ഓക്കെ, ഇതെല്ലാം കൂടെ നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. ഓക്കെ, കിഴി കെട്ടിയത് നമ്മുടെ പച്ചിലയൊക്കെ അത് കിഴി കെട്ടിയത് അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ചേർക്കുക. അപ്പോൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ശേഷം 3/4 വേകാവുന്നത് വരെ ഇതിങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ഇന്ദുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്ദുപ്പ് ഇടാം. ഇന്ദുപ്പില്ലെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് തന്നെ ഇടുക കേട്ടോ. ഇന്ദുപ്പോ കല്ലുപ്പോ മാത്രം യൂസ് ചെയ്യുക. മറ്റേ ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പിന്നെ അപ്പോൾ ഇതും കൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ വെന്ത് കിട്ടും. ഓക്കെ, വെന്ത് കഴിഞ്ഞപ്പോഴും നല്ല കുറുകിയ ഒരു പാകത്തിന് ആവും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് തേങ്ങ തിരുമ്മി ഇടാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം പിന്നെ ഉപ്പ് വേണ്ടാത്തവരാണെങ്കിൽ മധുരം പ്രമേഹമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. ശർക്കര ഇട്ടാലും കുറച്ചൊരു ഉപ്പ് അതിന് വേണം. ഓക്കെ, രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്തതിന് ശേഷം അപ്പോൾ രാത്രിയിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഈ കഞ്ഞി കുടിക്കുക. ഓക്കെ, ഈ കഞ്ഞി കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോൺ വെജ് ഒട്ടും പാടില്ല. പിന്നെ മെൻ്റൽ ഫിസിക്കൽ ഒത്തിരി ഇതൊന്നും പാടില്ല. ഓക്കെ, ടെൻഷനൊന്നും എടുക്കണ്ട. ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഒത്തിരി അധ്വാനത്തിനൊന്നും പോകാതിരിക്കുക. പിന്നെ മരുന്ന് കിഴി ഇടുന്നത് ഉണ്ടല്ലോ, അത് അടുത്ത ദിവസത്തേക്ക് അത് നിങ്ങൾക്ക് വേറെ
വേറെ മരുന്ന് കിഴി തന്നെ ഉണ്ടാക്കണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഒരു 3 പേർക്ക് കഴിക്കാവുന്ന വിധത്തിലുള്ള ഒരളവാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒഴിവാക്കേണ്ടത് മത്സ്യമാംസാദികൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുരിങ്ങയിലയും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല ഈ മരുന്ന് കഞ്ഞി കഴിക്കുമ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ള സാധനങ്ങൾ ചേനയും ചേമ്പും തുടങ്ങിയ സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത്രമൊക്കെ ഉള്ളൂ, കൂടുതൽ അധ്വാനിക്കാൻ പോകണ്ട. പിന്നെ ഇത് 7 ദിവസമോ 11 ദിവസമോ 14 ദിവസമോ നിങ്ങൾക്ക് അടുപ്പിച്ച് ഈ കഞ്ഞി കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി നിങ്ങൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി നിങ്ങൾ കഴിക്കാൻ നോക്കുക. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.